ഹായ് നമസ്കാരം. എന്തെല്ലാം വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഞങ്ങളുടെ പുതിയ വീട് പണി നടക്കുന്നിടത്താണ്. വീട് പണി ഇപ്പം നടക്കുന്നൊന്നുമില്ല, പകുതി പണി ചെയ്തിട്ട് അവിടെ ഇട്ടിരിക്കുകയാണ്. ഇനിയും പകുതി തീരാനുണ്ട്. കെട്ടും വാർപ്പൊക്കെ ആയിട്ട് ഒരു സൈഡ് മാത്രമാണ് ഞങ്ങൾ, ഫ്രണ്ട് ഭാഗം മാത്രമാണ് വീടിൻ്റെ കെട്ടി വാർത്തിട്ടുള്ളത്. വെറും പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള 550 സ്ക്വയർ ഫീറ്റ്. ബാക്കി ബാക്കിലേക്ക് തുറന്ന് കിടക്കുകയാണ്. ഒരു 250 സ്ക്വയർ ഫീറ്റ് ബാക്കിലും ഞങ്ങൾക്ക് കെട്ടി വറക്കാനുണ്ട്. അതിന് ഈ പഞ്ചായത്ത് തരുന്ന പൈസ തികയാത്തതുകൊണ്ടാണ് 550 സ്ക്വയർ ഫീറ്റിൽ ഒതുക്കിയത്. അതിൻ്റെ ബാക്കി പണി ചെയ്യാനൊന്നും ഇപ്പോൾ നിവർത്തിയില്ല. ഓണമെല്ലാം കഴിഞ്ഞു. അതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ വാടക വീട്ടിൽ നിന്ന് ഇവിടേക്ക് ഇപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായില്ലേ വന്നിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ദൈവം അനുഗ്രഹിച്ച് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ കഴിയും അധികം വൈകാതെ എന്നൊരു പ്രതീക്ഷയും അതിനുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഞാനും ഉണ്ട്, എൻ്റെ വൈഫ് ശൈലജയുണ്ട്. നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മുടെ വീട്. പഴയ തറവാട് പൊളിച്ചിട്ടാണ് ഈ വീട് പഞ്ചായത്തിൽ നിന്ന് ലൈഫ് പദ്ധതി പ്രകാരം കെട്ടിയേക്കുമ്പോൾ ആ പഴയ വീട് പൊളിച്ചിട്ടാണ് ഞങ്ങൾ ഇത് കയറ്റിയത്. ഒരു വർഷമായി. ഈ ഓണം കഴിഞ്ഞപ്പോഴേക്കും ഒരു വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് വാടക വീട്ടിലേക്ക് മാറിയിട്ട്. ഈ ഓണത്തിന് ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഈ വീട്ടിലേക്ക് മാറണം, പണിയെല്ലാം കഴിച്ചിട്ട് മാറണം എന്നൊക്കെ വിചാരിച്ചാണ്. അപ്പോഴേക്കൊക്കെ എല്ലാം പ്രശ്നങ്ങളിലായി. ഒന്നാമത് പണിയില്ല, വരുമാനം, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് മുഴുമിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ല. ഇനി പഞ്ചായത്തിന് കുറച്ച് പൈസ കിട്ടാണ്ട് അത് കിട്ടിയാൽ അത് കോൺട്രാക്ടർക്ക് കൊടുക്കാനുള്ളൂ. അപ്പോഴും ബാക്കി ബാലൻസ് പണി തീരില്ല. ഇത് കണ്ടില്ലേ? ഇതൊരു റൂമാണ്, ബെഡ്റൂമാണ്. മൊത്തം ഈ വീട്ടിൽ പ്ലാൻ അനുസരിച്ച് 2 ബെഡ്റൂമും ഒരു ഹാളും ഡൈനിങ് ഹാളും ഉൾപ്പെടെയുള്ള ഹാളും പിന്നെ അടുക്കളയും ബാത്റൂമും സിറ്റ് ഔട്ടും മാത്രമാണ് ഈ വീടിൻ്റെ പ്ലാനിലുള്ളൂ. അതിലിപ്പോൾ നമ്മൾ ഒരു ബെഡ്റൂം, അതുപോലെ അടുക്കള, ബാത്റൂം, ഹാളിൻ്റെ പകുതി മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് അടുക്കള. ഇതാണ് സിറ്റ് ഔട്ട്. ഞങ്ങൾക്കധികം സ്ഥലമൊന്നുമില്ല, ആകെ 3 സെൻറ്റ് സ്ഥലമുള്ളൂ. അത് അമ്മയുടെ പാരമ്പര്യമായിട്ടുള്ള മുതലാണ്. ഇവിടെ ഒന്നും നമുക്ക് ഗ്യാപ്പില്ല കിടക്കാൻ. ഇത് ആണ് ബാത്റൂം. എല്ലാവരും സ്വപ്നമാണ് ഒരു വീട് എന്ന് പറയുന്നത്. അടച്ചുറപ്പുള്ളൊരു വീട്, കുഴപ്പമില്ലാത്ത ഒരു കുഞ്ഞ വീട് അല്ലേ? നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊന്നും വലിയ വീടുകൾ ആഗ്രഹിക്കില്ല. ഒരു സാധാരണ കുടുംബത്തിന് ജീവിക്കാൻ തെറ്റില്ലാത്ത ഒരു അടച്ചുറപ്പുള്ള വീട്. ഞങ്ങളുടെ പഴയ വീട് നല്ല ചോർച്ചയുണ്ടായിരുന്നു.
മോളുടെ കല്യാണ സമയത്താണത് എൻ്റെ കുറച്ച് നല്ല സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഒന്ന് റിപ്പയർ ചെയ്ത് നന്നാക്കിയത്. അന്ന് 1.5 ലക്ഷം രൂപയോളം അതിന് ചിലവായി. അതിന് എന്നെ സഹായിച്ചത് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ജ്യേഷ്ഠൻ. അദ്ദേഹം പഞ്ചായത്ത് മെമ്പറും അതുപോലെ വാർഡ് മെമ്പറൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ആൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹമാണ് ആദ്യം അതിലേക്ക് ഒരു 50,000 രൂപ ആ വീട് നേരാക്കാൻ വേണ്ടി, മോളുടെ കല്യാണ സമയത്ത് വീട് ഇങ്ങനെ കിടക്കരുത് എന്ന് പറഞ്ഞ് ആ കൊറോണ സമയത്താണ് കല്യാണം ഉണ്ടായത്. അന്ന് അദ്ദേഹമാണ് ആദ്യം 50,000 രൂപ തന്നത് വീട് നേരാക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് എൻ്റെ 1-2 സുഹൃത്തുക്കൾ സഹായിക്കും, പിന്നെ 1-2 പേര് കടമായിട്ട് തരികയും ചെയ്തു. ഇനിയും അതിൽ കുറച്ച് പൈസ തിരിച്ചു കൊടുക്കാനുണ്ട് ഒരാൾക്ക്. കാമ്പോജി എന്ന സിനിമ നിർമ്മിച്ച ലക്ഷ്മി പത്മനാഭൻ എന്ന ചേച്ചിയുടെ നല്ലൊരു സഹോദരി തന്നെയാണ്, നല്ല സ്നേഹമുള്ളൊരു ചേച്ചിയാണ്. അപ്പം അവരാണ് അന്ന് ഒരു 40,000 രൂപ കടമായിട്ടാണ്. അതിൽ 30 ഞാൻ തിരിച്ചു കൊടുത്തു, ബാക്കി 10 കൂടി കൊടുത്തിട്ടില്ല. അത് മാത്രമേ ഉള്ളൂ വീടിൻ്റെ പേരിലുള്ളൂ. അപ്പോൾ അത് പിന്നീട് മോളുടെ കല്യാണം എല്ലാം കഴിഞ്ഞ് 2 വർഷമായപ്പോഴാണ് ഈ വീട് കിട്ടുന്നത്. പഞ്ചായത്തുകാർ പറഞ്ഞു, ഞാൻ ചെയ്യുന്നില്ല വിചാരിച്ചാണ്, പക്ഷേ പഞ്ചായത്തിലെ മെമ്പറൊക്കെ പറഞ്ഞു, ഇനി ഗവൺമെൻറ്റിൻ്റെ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടില്ല, ഇത് നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലുള്ളത് മാറ്റി മറ്റൊരാളുടെ അടുത്തേക്ക് കൊടുക്കുമ്പോൾ പിന്നീട് പഞ്ചായത്തിൻ്റെ ഇത് ആവശ്യ സമയത്ത് കൊടുത്ത സമയത്ത് അവർ സ്വീകരിച്ചില്ല, ഇനി അത് കൊടുക്കാനില്ലാണ്ട് അത് നാളേക്ക് പ്രശ്നം വരും, മെമ്പർമാരത് ഇതിനെ അനുകൂലിക്കില്ല, അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് ചെയ്തോളൂ പറഞ്ഞു. അങ്ങനെയാണ് ഇത് ചെയ്യാൻ പുറപ്പെട്ടത്. എൻ്റെ ഭാര്യയുടെയും അമ്മയുടെയൊക്കെ നിർബന്ധപ്രകാരം. അതിലൊക്കെ ഞാൻ എഴുതി കൊടുക്കുമായിരുന്നു, അത് വേറെ ആർക്കെങ്കിലും കൊടുത്തോളാൻ പറഞ്ഞിട്ട്. പൂർണ്ണതയിലെത്തുന്ന ഒരു വീടുമായിട്ട് ജീവിക്കാൻ കഴിയും ഞങ്ങൾക്ക് എന്ന വിശ്വാസത്തിൽ തന്നെ നിർത്തുകയാണ്. എന്തായാലും ഇതൊന്നും നിങ്ങളെ കാണിക്കണം തോന്നി. നമ്മുടെ ഈ സ്വപ്ന ഭവനം എത്രയും പെട്ടെന്ന് പൂർണ്ണതയിലെത്തി ഞങ്ങൾക്ക് വാടക വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറാനുള്ള അവസരം കിട്ടും, ഇവിടെ നന്നായി ജീവിക്കാനുള്ള അവസരം കിട്ടുമെന്ന വിശ്വാസത്തിൽ തന്നെ, പ്രതീക്ഷയിൽ തന്നെ നിർത്തുകയാണ്. എല്ലാവർക്കും നല്ല ജീവിതം ആശംസിക്കുന്നു, നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു. ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐശ്വര്യത്തോടെ എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. താങ്ക് യു.